ഫ്രണ്ട്സ് നമ്മൾ നോക്കുന്നത് 3 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ്. ഒന്ന് ഐഎസ്ആർഒയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ നമുക്ക് ഡിആർഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് റെയിൽടെൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ 3 നോട്ടിഫിക്കേഷനും ഒരേ വീഡിയോയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിശദമാക്കും. എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോസുള്ള സെലക്ട് ചെയ്താൽ ഡേറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. ഇനി അത് മാത്രമല്ല, നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണാം. അതായത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ഒരു ജോയിൻ ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരം അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസും പാടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത്തരം മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഓരോന്നും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം, ഓരോ നോട്ടിഫിക്കേഷനും. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ഐഎസ്ആർഒയുടെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിആർഡിയുടെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെയിൽടെൽ, അങ്ങനെ ഓരോ ഘട്ടമായിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഐഎസ്ആർഒൻ്റെ ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ സെലക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം ആയിരിക്കും മറ്റ് 2 നോട്ടിഫിക്കേഷനും നമ്മൾ വിശദമാക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതിൻ്റെ തന്നെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള യു ആർ റാവോ സാറ്റലൈറ്റ് സെൻറ്റർ. ഓക്കെ, അത് ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്കാണ് നമുക്ക് നിലവിൽ വേക്കൻസി വന്നിരിക്കുന്നത്. ബാംഗ്ലൂരിൽ 29/7/2021 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അഡ്വർടൈസ് നമ്പർ ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ടതില്ല എന്നുള്ളതാണ്. പലർക്കും നമുക്ക് അപ്രൻറ്റീഷിപ്പിനെ കുറിച്ച് അറിയാത്ത ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ടായിരിക്കാം. കാരണം നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഇൻഡസ്ട്രിയലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാനുള്ള ഒരു നമുക്കുള്ളൊരു വഴിയാണ് ശരിക്കും അപ്രൻറ്റീഷിപ്പ് എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് പല ആവശ്യങ്ങൾക്കും നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അല്ല, നമുക്ക് ഇപ്പോൾ അപ്രൻറ്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ അങ്ങനെയുള്ള അപ്രൻറ്റീഷിപ്പ് നിർബന്ധമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിസ്സാരമായിട്ട് കാണേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഗ്രാജുവേറ്റ്, അതുപോലെ ടെക്നീഷ്യൻ, അതുപോലെ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech വേണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ബ്രാഞ്ചസ് ഇവിടെ ഉണ്ട് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ 40 വേക്കൻസി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 83 വേക്കൻസി, പിന്നെ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 50 വേക്കൻസി, കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 15, പിന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിൽ 10 വേക്കൻസി, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 2 വേക്കൻസി, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ 10, എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ 10. ഇങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. 12,300 മന്ത്ലി സ്റ്റൈപ്പൻഡ് എമൗണ്ട് ആയിട്ട് നമുക്ക് ലഭിക്കുക. ഇതിലേക്ക് അപേക്ഷ നൽകാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് BE BTech ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാറ്റഗറി ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ 30 വേക്കൻസി, ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് 38, മെക്കാനിക്കലിൽ 30, ഇലക്ട്രിക്കലിൽ 10, സിവിലിൽ 5, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജിയിൽ നിങ്ങൾക്ക് 5, അതുപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 2. ഇതിൽ 10,900 മന്ത്ലി സ്റ്റൈപ്പൻഡ് എമൗണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അതത് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണ്. അപ്പോൾ ഇതിലേക്ക് 70 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. 10,900 ആണ് ഇതിൻ്റെ സ്റ്റൈപ്പൻഡ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം NATS നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അല്ലാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മുടെ നാഷണൽ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് സ്കീമാണ് NATS എന്ന് പറയും. അപ്പോൾ NATSൻ്റെ പോർട്ടലിൻ്റെ ലിങ്കാണിത്. ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ തരാം. അപ്പോൾ ഇതിൽ നമ്മൾ കയറിയിട്ട് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ എൻറോൾ ചെയ്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ NATSൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഒമാങ് എന്ന് പറയുന്ന പോർട്ടലുണ്ട്, ഗവൺമെൻറ് പോർട്ടലാണ്. അതിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കാര്യങ്ങൾ പറയാം, അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കാണിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മറ്റു ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന NATSലല്ല, ഈ പറയുന്ന ഒമാങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ്, അതായത് നിങ്ങൾക്ക് BE BTech അല്ലെങ്കിൽ ഡിപ്ലോമ എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ എല്ലാ സെമസ്റ്റർ വൈസായിട്ടുള്ള മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ വേണം. അതുപോലെ അതിൻ്റെ ഒന്നെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതായാലും മതി. ഓക്കെ, ഒരു MBയിൽ കൂടാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതുപോലെ NATSലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അതുകൂടാതെ ഈ പറയുന്ന പോർട്ടലിലും, ഈ പറയുന്ന ഒമാങ് എന്ന് പറയുന്ന പോർട്ടലും നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കണ്ടീഷനാണ് ഇതിൻ്റെ
എലിജിബിലിറ്റിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2022, 23, 24, 25, 26 ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇയറിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ BE or BTech അല്ലെങ്കിൽ ഡിപ്ലോമ 2022 നിങ്ങൾ പാസ് ഔട്ട് ആയവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, 2023 പാസ് ഔട്ട് ആയവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, 24 കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, 25 കഴിഞ്ഞ് 26 കഴിഞ്ഞവരാണെങ്കിലൊക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ 2021 അല്ലെങ്കിൽ അതിന് മുൻപോ ഒന്നും നിങ്ങളുടെ ഡിപ്ലോമയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഓക്കെ, അപ്പോൾ 2021 അതിൻ്റെ മുൻപൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന ഡിഗ്രിയോ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപ്രൻറ്റീഷിപ്പിന് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു കണ്ടീഷനാണ് 5 വർഷം പിന്നിടാൻ പാടില്ല. നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് 5 വർഷം പിന്നിടാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇയർ വെച്ചിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ 2020, 2019, 2018, 2021 ഈ പറയുന്ന ഇവിടെ നിന്ന് നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഇതിലേക്ക് എലിജിബിൾ അല്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഈ പറയുന്ന ഉമാങ് എന്ന് പറയുന്ന പോർട്ടലിൽ നമ്മൾ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം. 50 KB സൈസ് കൂടാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് SC/ST, OBC, EWC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് സെൻട്രലിൻ്റെ പർപ്പസിന് തയ്യാറാക്കിയത് നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് വേണ്ടി വരിക. ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. സെലക്ഷൻ പ്രോസസ്സ് എന്നാൽ അതിലേക്കൊന്നും എക്സാം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ BE or BTech അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിലേക്ക് എന്ത് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക. ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. വേറെ നമുക്ക് ഇൻ്റർവ്യൂ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റിമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിലുമായി, നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിലുമായി നിങ്ങൾക്ക് എന്താണ് ഇതിലേക്ക് അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന മെയിലുമായി. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 29/7/2026 മുതൽ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് ഓഗസ്റ്റ് 28 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ പറയുന്ന ISROയുടെ ഇതിലേക്ക് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യും, ലിങ്ക് ഉണ്ടാവും അപ്ലൈ ചെയ്യുന്നതായിട്ട് താഴെ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, GOC Lejuland നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഈ പേജിലേക്ക് വരും. ഈ പേജിൽ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് കണ്ടിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് ജോബ്സിൽ കാണാം. അപ്പോൾ മുകളിൽ DRDO, അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണാം റെയിൽടെൽ, അത് കഴിഞ്ഞിട്ട് കാണാം ISRO. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ കൂടുതൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇത് ഇവിടെ ഉണ്ടാവില്ല, താഴോട്ട് വരും. അപ്പോൾ 5 പോസ്റ്റ് ഇവിടെ കാണിക്കുകയുള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ കണ്ടോ റീഡ് മോർ എന്നുള്ള ഭാഗം, ഇവിടെ റീഡ് മോർ എന്നുള്ള ഇതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ലേറ്റസ്റ്റ് ജോബ്സിൻ്റെ എല്ലാ പേജസും ഇവിടെ നമുക്കിവിടെ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോകാം. അപ്പോൾ അതുണ്ട് ലേറ്റസ്റ്റ് ജോബ്സിൻ്റെ പേജ് ഓപ്പൺ ആയി. ഇതിൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കണ്ടോ എനിക്ക് നെക്സ്റ്റ് അടിച്ചതാണ്. ഇവിടെ 99 പേജസ് ഉണ്ട് കണ്ടോ. നെക്സ്റ്റ് അടിച്ച് ഇങ്ങനെ നോക്കാം നിങ്ങൾക്ക് കേട്ടോ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാറും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിൽ തന്നെ ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാം. ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ISRO അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ISROയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പോസ്റ്റുകളും കാണും. അപ്പോൾ ISRO URSC എന്ന് അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, അങ്ങനെയും കിട്ടും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് കണ്ടിട്ട് ജസ്റ്റ് എന്താണ് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ISRO URSC അപ്രൻറ്റീസ്ഷിപ്പ് എന്നുള്ള ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലൈസിൻ്റെ ലാസ്റ്റ് ഡേറ്റും മറ്റു ഡീറ്റെയിൽസും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് റീഡ് ചെയ്യാം. ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഏറ്റവും താഴേക്ക് വന്നാൽ ഇവിടെ കണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ലിങ്ക് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്നുള്ള ഓപ്പൺ ആക്കാം. ക്ലിക്ക് ചെയ്യുന്നുള്ളടത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നാറ്റ്സിൻ്റെ പോർട്ടലിലേക്കാണ് വരിക. അതായത് NATS നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീമിൻ്റെ ഒഫീഷ്യൽ പോർട്ടലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗമാണ്. സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. റെഗുലർ സ്റ്റുഡൻറ്റ് ആ ഡിപ്ലോമ അത് കംപ്ലീറ്റ് ചെയ്തവരാണ് കേട്ടോ, പാസ് ഔട്ട് ആയവരാണ്, മറ്റ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ളതാണ്. നമ്മളിവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളത് വന്നു, ലോഗിൻ എന്നുള്ളത് വന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് എല്ലാം പ്രൊഫൈലൊക്കെ 100% ആക്കിയാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരാണ്, ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം, വാലിഡ് ആയിട്ടുള്ളത്. പിന്നെ അപ്പാർ ID, ഈ അപ്പാർ ID ഒക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് വീഡിയോ അതിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിൽ ഞാൻ അത് അപ്പാർ ID എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ ഞാൻ I ബട്ടണിൽ കൊടുക്കാം. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അപ്പാർ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും. അതൊക്കെ നിങ്ങൾ റെഡിയാക്കിയതിന് ശേഷം യെസ് എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിലും OTP വെച്ച് വെരിഫൈ ചെയ്ത് നെക്സ്റ്റ് അടിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം.
ഓൾറെഡി നിങ്ങളിതിൽ നിങ്ങളുടെ പ്രൊഫൈൽ 100% ആണ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തു, ഡിഗ്രി ഡിപ്ലോമ അതൊക്കെ നിങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ട്, വീണ്ടും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ഇതിൽ എന്ത് ചെയ്യുക 100% ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു രജിസ്റ്റർ ചെയ്ത് ഒരു എൻറോൾമെൻറ്റ് നമ്പറൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിങ്ക് 2 ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അത് മാത്രം ചെയ്താൽ പോരാ, നാറ്റ്സിൽ മാത്രം ചെയ്താൽ പോരാ, ലിങ്ക് 2 എന്നുള്ളത് ഓപ്പൺ ആക്കുന്നു. ലിങ്ക് 2 എന്നുള്ളത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഒമാങ്ങിൻ്റെ ആ ഒരു പോർട്ടലാണ്, ഇവിടെ ജസ്റ്റ് ലോഡിംഗ് ആണ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ലോഡായി വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇത് ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പറയുന്ന ഒമംഗ്. ഇതിൻ്റെ എന്താണ് നമുക്ക് ആപ്പൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് തന്നെ ഇതിൽ തന്നെ ചെയ്യാം, ഈ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജ് കയറിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഈ പേജിൽ വന്നാൽ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാണാം ഏറ്റവും ടോപ്പിൽ. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ന്യൂ ഓൺ എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട്, നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇതിൽ ആ ഒരു MPIN ഉണ്ട്, നമുക്കൊരു പാസ്വേഡ് പോലെ അതും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വരുവാണെങ്കിൽ രജിസ്റ്റർ ഹിയർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണെന്നുള്ള സ്റ്റേറ്റും നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഓക്കെ, നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റും കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഡിക്ലറേഷൻ കൊടുത്ത് രജിസ്റ്റർ എന്നുള്ളത് കൊടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോയാൽ മതി. ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ച് തരുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പറും MPIN അടിച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിതിൽ ലോഗിനായി, ഇപ്പം കണ്ടോ മൈ പ്രൊഫൈൽ എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആ ലോഗിൻ ഒരു ഇതിൻ്റെ അവിടെ മാറിയിട്ട് മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളൊക്കെ അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും ടോപ്പിൽ കണ്ടോ സെർച്ച് ഫോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. സെർച്ച് ഫോർ എന്നുള്ളൊരു ഭാഗം ഈ ഒമാങ് എന്ന് പറയുന്ന ആ ഒരു ലോഗോൻ്റെ ഏറ്റവും ഇവിടെ ലെഫ്റ്റ് കോർണറായിട്ടും കൂടെ കാണാം സെർച്ച് ഫോർ. ഓക്കെ, ഈ സെർച്ച് ഫോറിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ സെർച്ച് ഫോറിൽ നമ്മൾ എന്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ പറയുന്ന URSC അപ്രൻറ്റീസ്ഷിപ്പ് എന്ന് കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്, URSC അപ്രൻറ്റീസ്. ഞാൻ ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു, URSC അപ്രൻറ്റീസ്ഷിപ്പ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ഇവിടെ സെർച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സെർച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് അതുമായി മാച്ച് ചെയ്ത് കിടക്കുന്ന ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് സർവീസസ് എന്ന് പറഞ്ഞിട്ട്. ഒന്നെങ്കിലും ഇവിടെ സർവീസസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ഫോർ ജോബ് പോസ്റ്റിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ URSC അപ്രൻറ്റീസ്ഷിപ്പ് പറഞ്ഞതിലും ക്ലിക്ക് ചെയ്യുക, ഏതിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ അപ്ലൈ ഫോർ ജോബ് പോസ്റ്റിംഗ് എന്നുള്ള അതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം നിലവിൽ കാണിക്കുന്ന എല്ലാ വേക്കൻസികളും ഇവിടെ ഉണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും 83 വേക്കൻസി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എല്ലാം നമുക്കിതിലുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഇതിലുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിങ് എല്ലാ നമ്മളവിടെ ആ ഒരു ISROയുടെ നോട്ടിഫിക്കേഷനിൽ കണ്ട എല്ലാ ഡിസിപ്ലിനും ഇതിലുണ്ട്. ഓക്കെ, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസും എല്ലാം അതിലുണ്ട്. ഓക്കെ, അത് അവിടെ കാണാം നിങ്ങൾക്കത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസി അതെല്ലാം നോക്കുക നിങ്ങൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാം അപ്ലൈ എന്നുള്ള ബട്ടൺ. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അഡ്വർടൈസ്മെൻറ്റ് ലിങ്ക് എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ISROയുടെ അഡ്വർടൈസ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മൾ 29/7/2026 വന്ന അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നമ്മൾ കാണിച്ചില്ലേ, അഡ്വർടൈസ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ. ഇനി ഇവിടെ കാണാതെ നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം ഇതിൻ്റെ നേരെ. ഈ അപ്ലൈ എന്നുള്ള ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ. അപ്പോൾ അപ്ലൈ എന്നുള്ള ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ കണ്ടോ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറൊക്കെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ അച്ചൊന്ന് കൊടുക്കുക. എന്നിട്ട് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് ഇവിടെ നിങ്ങൾക്ക് മറ്റേ ഡിക്ലറേഷൻ കൊടുത്ത് എന്ത് ചെയ്യുക, അവിടെ സബ്മിറ്റ് കൊടുത്ത് അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാം. യാതൊരുവിധ അപേക്ഷ ഫീസോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ മറ്റു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൽ വഴിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. മെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. പിന്നെ ഇതിൽ ലോഗിൻ ചെയ്തിട്ടും നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ISROയുടെ നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞു. ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് റെയിൽടെലിൻ്റെതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കേരളത്തിലും വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിൽ കാണാൻ നിങ്ങൾക്ക് അപ്രൻറ്റീസ്ഷിപ്പാണ് ഇതിലേക്കും വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രാജുവേറ്റ് ആൻഡ് ഡിപ്ലോമ വിളിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഫീൽഡാണെന്ന് കൊടുക്കുന്നത്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് വിവിധ ലൊക്കേഷനിൽ ഇപ്പോൾ സദേൺ റീജിയൻ നമുക്ക് എറണാകുളമൊക്കെ വേക്കൻസി ഉണ്ട്, പിന്നെ ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 32 8 40 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. 1 ഇയർ ആണ് ട്രെയിനിങ് ഡ്യൂറേഷൻ. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ കാറ്റഗറിയിലാണ് 14,000 പെർ മന്ത് സ്റ്റൈപ്പൻഡ് എമൗണ്ട്. ഡിപ്ലോമ ആണെങ്കിൽ 12,000 ആണ് ലഭിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എലിജിബിലിറ്റിയിൽ ഫുൾ ടൈം ആയി നമ്മൾ ഡിഗ്രിയോ ഡിപ്ലോമ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഡിഗ്രി ആണെങ്കിൽ 4 ഇയർ, ഡിപ്ലോമ ആണെങ്കിൽ 3 ഇയർ പഠിച്ചിരിക്കണം. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലോ അതല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BR BTech അല്ലെങ്കിൽ ഡിപ്ലോമ 60% മാർക്ക് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇനി അതർ കോമ്പിനേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വേറെ ഇലക്ട്രോണിക്സ് ഈസ് വൺ ഓഫ് ദി മെയിൻ ബ്രാഞ്ച്. അപ്പോൾ ഇലക്ട്രോണിക്സ് മെയിൻ ബ്രാഞ്ച് ആയിട്ടുള്ള വന്ന രീതിയിൽ വേറെ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് എക്സാമ്പിൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് സെക്ഷൻ A and B ഒക്കെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സാമിനേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് അതൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ മുകളിൽ പറഞ്ഞ ഡിസിപ്ലിനിൽ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാജുവേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇത് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പാസ് ഔട്ടായിട്ട് 3 വർഷം കഴിയാൻ പാടില്ല. ഡിഗ്രി ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും 3 വർഷം കഴിയാൻ പാടില്ല എന്ന കണ്ടീഷൻ നിർബന്ധമാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് 2023, 24, 25 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 23 തന്നെ നമുക്ക് കൺഫ്യൂഷനാണ്, 3 ഇയർ കംപ്ലീറ്റ് ആകരുത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ 3 വർഷം കംപ്ലീറ്റ് ആകരുത് എന്നുള്ളൊരു കണ്ടീഷൻ പറയുന്നുണ്ട് നമ്മുടെ ഡിഗ്രിയോ ഡിപ്ലോമ കഴിഞ്ഞിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ 18 to 27 ഏജ് ലിമിറ്റ് വരുന്നത്. SC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 27 വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യണം. ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ISR കാണിച്ച NITS നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ CGPA ആണെങ്കിൽ നിങ്ങൾ CGPAൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇനിയിപ്പോൾ CGPA % ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺവേർഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അധിക സർട്ടിഫിക്കറ്റിലും CGPA % എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഫോർമുല ശരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്തതിനെ പിന്നെ വേറെ സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നുമില്ല, അതിനെ മതി കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റിൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു അനുബന്ധം ഒന്നുണ്ട്, ഒരു ഡിക്ലറേഷൻ. അതും പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം പാടെ ഒരു സിംഗിൾ PDF, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഈ പറയുന്ന അനുബന്ധം ഒന്നിൽ കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷൻ എല്ലാം കൂടെ ഒരു സിംഗിൾ PDF ആക്കിയിട്ട് നമ്മൾ നാറ്റ്സിൽ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും, നിങ്ങളുടെ ഡിപ്ലോമ ഡിഗ്രിക്ക് അനുസരിച്ചായിരിക്കും. മേ ബി ചിലപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങളുണ്ടാകും, നമ്പർ ഓഫ് അപ്ലിക്കേഷനൊക്കെ അനുസരിച്ച് അതിൽ വേരിയേഷൻ വരാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാറ്റ്സിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തിനല്ല നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മന്ത്ലി സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 14,000, ഡിപ്ലോമ ആണെങ്കിൽ 12,000. പിന്നെ അത് റെയിൽടെൽ തരുന്നതും ഗവൺമെൻറ് തരുന്നതും ഒക്കെ അവിടെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു ഡിക്ലറേഷൻ, അത് അണ്ടർടേക്കിംഗ് തന്നെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾ ഇത് ഫില്ല് ചെയ്തിട്ട് ഇത് നമ്മൾ റീഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ സിഗ്നേച്ചർ, നെയിം, പ്ലേസ് ഇതൊക്കെ ചെയ്തിട്ട് ഇതും പാടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ നാറ്റ്സിൽ എന്ത് ചെയ്യണം, നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാൻ ലിങ്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോം പേജിൽ തന്നെയാണ് നിങ്ങൾ എത്തുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ കണ്ടോ റെയിൽടെൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ജസ്റ്റ് റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലേറ്റസ്റ്റ് ജോബ്സ് ഇവിടെ ഓപ്പൺ ആയി വരും കേട്ടോ. ലേറ്റസ്റ്റ് ജോബ്സ് അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ GeoCL Agilent എന്ന് അടിച്ചാലും നമ്മുടെ ഹോം പേജിൽ എത്തും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സിൽ നോക്കിയാൽ അത് റെയിൽടെൽ അപ്രൻറ്റീസ് എന്ന് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യുക. ഏറ്റവും താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് കാണാം, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നാറ്റ്സ് ഇവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ നാറ്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നാറ്റ്സിൽ തന്നെ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ളിടത്ത് ഈ പറയുന്ന URSC അപ്രൻറ്റീഷിപ്പ് എന്ന് അടിച്ചു കൊടുക്കുക. ISR URSC അപ്രൻറ്റീഷിപ്പ് എന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ അപ്രൻറ്റീഷിപ്പ് എന്ന് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നാറ്റ്സ് ത്രൂ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് 3ാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യട്ടെ. 3ാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു വീഡിയോയിൽ തന്നെ 3ഉം 4ഉം നോട്ടിഫിക്കേഷൻ ചെയ്യാമെന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എങ്കിലും നിങ്ങളിലേക്ക് മാക്സിമം നമ്മൾ ഇത് 3 വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂറേഷൻ കുറേ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ്. പക്ഷേ നമുക്ക് ഒരുപാട് പ്ലാൻ ചെയ്യണം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ ക്ഷീണിക്കും, റെക്കോർഡ് നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ശരിക്കും നമ്മൾ ടയർഡാവും. ഓക്കെ,
നിങ്ങളൊരു സപ്പോർട്ടും പാടെ തരിക കേട്ടോ. അപ്പോൾ നമുക്ക് DRDOയുടെ നോട്ടിഫിക്കേഷനാണ്. ഇതും അപ്രൻറ്റീഷിപ്പാണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ലബോറട്ടറിയിലേക്കാണ്. ഓക്കെ, ഇവിടെ നമുക്ക് IT അപ്രൻറ്റീഷിപ്പ് വിളിച്ചിട്ടുണ്ട്. IT അപ്രൻറ്റീഷിപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ ITയിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഫിറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് ക്രോപ്പ വിളിച്ചിട്ടുണ്ട്, മെഷീനിസ്റ്റ്, കാർപ്പൻറ്റർ. ഈ പറഞ്ഞ ഏതെങ്കിലും ട്രേഡിൽ IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമയാണ് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, 10ാം ക്ലാസ് ഡിപ്ലോമയിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഗ്രാജുവേറ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇതിലൊക്കെ എന്താണ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ BA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. BA സബ്ജക്റ്റ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BA or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ LSI അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിൻ കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമുക്ക് ഡിപ്ലോമ അതല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നാറ്റ്സിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതുപോലെ IT കഴിഞ്ഞവരാണെങ്കിൽ NAPS, NAPS ഇതിൻ്റെ ലിങ്ക് ഞാൻ കാണിക്കാം. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് BSc, BA or BTech, ഡിപ്ലോമ, ITI, BA, BCom എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ യോഗ്യത, നിങ്ങൾ ഈ പറയുന്ന 2022, 23, 24, 25, 26 ഈ പറയുന്ന ഇയറിൽ പാസ് ഔട്ട് ആയെങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളൂ. 2022 അല്ലെങ്കിൽ 2022 മുൻപ്, അതായത് 2021, 2020 2019 ഈ പറയുന്ന ഇയറിലൊന്നും നിങ്ങൾ ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അപ്പോൾ 2022 അതിനുശേഷമോ നിങ്ങളുടെ ഡിഗ്രിയോ ഡിപ്ലോമോ അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ നാറ്റ്സ് അല്ലെങ്കിൽ NAPS വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റലായിട്ട് ഇതിൻ്റെ ഒരു അപേക്ഷാ ഫോം ഉണ്ട്, അത് പ്രിൻ്റ് എടുത്തിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഇതാണ്. നിങ്ങൾക്ക് കാണാം, ഡയറക്ടർ എന്ന് പറഞ്ഞാൽ SSPL എന്ന് പറഞ്ഞിട്ട് ഇതാണ് കാണാം, ഈ പിൻകോഡ് സഹിതം ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത് ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി നമ്മൾ അതിൻ്റെ കൂടെ വെക്കണം. 21 ഓഗസ്റ്റാണ് നമ്മൾ അവിടെ എത്തേണ്ടത്, നമ്മുടെ പോസ്റ്റ് അവിടെ എത്തേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അപേക്ഷാ ഫോം. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഇത് ഫില്ല് ചെയ്യുക. വളരെ സിമ്പിൾ ഫോമാണ്, ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് ഫില്ല് ചെയ്യുക, എന്നിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യണമെന്നൊരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോം പേജിലേക്കാണ് വരിക. GeoC Ledgerland ഇല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താലും മതി GeoC Ledgerland പേജിലെത്താൻ. ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സിൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ റീഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ കാണുന്നുണ്ട്, ഡയറക്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതുണ്ട് DRDO SSPL. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് വേറെ പോസ്റ്റിന് ഇതിൽ ആഡ് ചെയ്യുമ്പോൾ താഴോട്ട് പോരും കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ താഴോട്ട് നോക്കിയിട്ട് നെക്സ്റ്റ് അടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ സെർച്ച് ബാർ ഉണ്ട് നമുക്കിവിടെ ഉണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് DRDO SSPL എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം DRDO SSPL നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാമെന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ചെയ്യാമെന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ റീഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും താഴേക്ക് വരിക. ഏറ്റവും താഴേക്ക് വന്നാൽ കണ്ട നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം. അപ്പോൾ നിങ്ങൾക്കത് പ്രിൻ്റ് എടുത്താൽ മതി. പിന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമിൽ നാറ്റ്സ് ഉണ്ടല്ലോ, നാറ്റ്സ് എന്ന് പറയുമ്പോൾ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർ നാറ്റ്സ് കയറിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ITI കഴിഞ്ഞവരാണെങ്കിൽ NAPS. ഓക്കെ, അപ്പോൾ NAPS ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും നാറ്റ്സും, അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കയറിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നാറ്റ്സ് ഞാൻ ഓൾറെഡി ഐസാറിൻ്റെ ഇതിലൊക്കെ കാണിച്ച്, അത് ഫോർ എക്സാമ്പിൾ നാറ്റ്സ് കാണിക്കുകയാണെങ്കിൽ നാറ്റ്സ് ഞാൻ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഓപ്പൺ ആകുന്നത്, കാണാം കണ്ടോ. ഇതിൽ നമ്മൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ റെഗുലർ ഓൾറെഡി കംപ്ലീറ്റഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്ത് പോകാണ് വേണ്ടത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.